അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഫ്രണ്ട്സ് അടിച്ച് ഫ്രണ്ട്സ് അടിച്ചടിച്ചടിച്ചു. തീറ്റ 3 ഐറ്റം വെച്ചിട്ടാടാ. ഇത് അരിത്തവിട്, ബിസ്ക്കറ്റ്, മൈദ. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മീൻ പിടുത്തം 2 രീതിയിലാടാ. ഒന്ന് സ്റ്റിക്ക് അടിച്ച് വയ്ക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ പോൾ റോഡ് വെച്ച് കൈക്കിരിക്കുന്നുണ്ട്. 2 രീതിയിലാണ്. അപ്പം അതിന് വേണ്ടൊരു തീറ്റ ഉണ്ടായി എടുക്കാം. അതായത് കൈക്കിരിക്കും ചെയ്യാം, സ്റ്റിക്കുമേ ഇടും ചെയ്യാം. അതായത് സ്പ്രിങ്ങുമേ തീറ്റ ഇടും ചെയ്യാം. നമുക്ക് കഴിച്ചുകൊണ്ടാൻ വിടാനും പറ്റിയൊരു തീറ്റ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് വെറും 3 ഐറ്റം വെച്ചിട്ടാടാ തീറ്റ. അപ്പോൾ അത് അരിത്തോട് ഉണ്ട്, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ മൈദ കേട്ടോ. ഈ 3 ഐറ്റം വെച്ചിട്ടാണ് ഇന്നത്തെ തീറ്റ. നമ്മൾ തീറ്റ ഇവിടെ ഇട്ടെടുത്തിട്ടുണ്ട്. അരിത്തോട് ഇവിടെ ഇട്ടെടുത്തുടാ. പിന്നെ ഇതിൽ കുറച്ച് മൈദ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് മൈദ മിക്സ് ചെയ്തെടുത്തുട്ടോ. കണ്ടോ, മൈദയും അരിത്തോടും മൊത്തം മിക്സ് ചെയ്തെടുത്തുട്ടോ. ഇനി നമ്മുടെ ബിസ്ക്കറ്റ്, ബിസ്ക്കറ്റിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ, പകുതി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതൊന്ന് നോക്കിയ വെള്ളത്തിൽ ഇതിനെ നനച്ചിട്ടിടണം. നനച്ച് കൊടുത്തിട്ടുണ്ട്. നനഞ്ഞപ്പോൾ ഇതിലിങ്ങനെ കിട്ടും, നനഞ്ഞ് കിട്ടും. നനഞ്ഞ് മിക്സാക്കി കൊടുത്തിട്ടാ. കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തു. എന്നിട്ട് ഇതിനെ കുഴച്ചെടുക്കണം മൊത്തം. ഇത്രയുള്ള പരിപാടി. ഇനി ഇതിനെ കുറേശ്ശെ നനച്ച് ടൈറ്റാക്കി ഇടുക. മൊത്തം എടുക്കണില്ല, ഒരു കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കാട്ടോ ആദ്യം. ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആദ്യം നനച്ച് ഉണ്ടാക്കിയെടുക്കാൻ. ബാക്കി പൊടിയോട്ടിരിക്കട്ടെ. ഇത് ഉണ്ടാക്കിയെടുക്കട്ടെ. അതിന് ആവശ്യത്തിനുള്ള വെള്ളം തെളിച്ചു കൊടുക്കുക. കുറച്ച് നേരം കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഉണ്ടയായി സെറ്റായി കിട്ടും. നനവായി ഉണ്ടായിട്ടോ. തീറ്റ റെഡിയായി കേട്ടോ. നാക്കിയെടുത്താൽ മതിയേ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇതവിടെ തീറ്റയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഇതെറിഞ്ഞിടാം. കണ്ടോ, സ്പ്രിങ്ങിൽ തീറ്റ വെച്ചിട്ട് ഇതിൽ 2 ഹുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ തെർമോക്കോളിൻ്റെ ബോൾ ഇട്ട് കൊടുത്തേക്കാടാ. ഇതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം തീറ്റ കണ്ടതും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്റ്റിക്ക് അടിച്ച് വയ്ക്കുക. പിന്നെ വേണ്ട, നമ്മളിവിടെ പോൾ റോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പോൾ റോഡ് മിഞ്ചുകൊണ്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഇത് എറിഞ്ഞിടാം, സ്റ്റിക്ക് എറിഞ്ഞിടാം. തട്ടി കേൾക്കുന്നുണ്ട്. പെട്ട് കിടക്കാന്നുണ്ട്. പെട്ട് കിടക്കാണ്. പെട്ട് കിടക്ക ഫ്രണ്ട്സ്, പെട്ട് കിടക്കട്ടാ. ഇത് 2 മുണ്ടത്തി ഫ്രണ്ട്സ്, 2 മുണ്ടത്തില്ല, ഒരു തൂളി ഒരു മുണ്ടത്തി. വാ, പൊളിച്ചു ഫ്രണ്ട്സ്. നോക്കിയ ഒരു തൂളി പെട്ടിട്ടുണ്ട്, ഒരു മുണ്ടത്തി പെട്ടിട്ട്. ഇതെന്തായാലും തകർത്തുട്ടാ. ഒരു തൂളി ഒരു മുണ്ടത്തി പെട്ട. തൂളി വളരെ ചെറുതാടാ. തൂളി 2 നിറയിൽ കയറിക്കണ. ഫ്രണ്ട്സ്
സാധനം ഊരിപ്പോയിണ്ട്. തെർമോക്കോള് അടിച്ചു ഫ്രണ്ട്സ്, അടിച്ചു ഫ്രണ്ട്സ്. വാടാ എന്താണ് തുള്ളിയാവൂല? അത്യാവശ്യം കുഴപ്പമില്ലല്ലോ തുള്ളിനെ. ആദ്യം ഓട്ടോട്ടണ വലിപ്പുള്ള തുള്ളിയാ ഫ്രണ്ട്സ്, അടിപൊളി തുള്ളി. ഓമ്മേ നല്ല വലിപ്പുണ്ട്. നോക്കിയേ, ഇത് ലോക്കായി, നല്ല ലോക്കാ. പകിരിമീൻ വായലും ഒക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം ഊരിപ്പൂല കേടാ. ഇത് പകിരിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ മൂക്കിൻ്റെ അവിടെ കയറിയിട്ടുണ്ട്. അത് കാരണം ഊരി പോകാൻ പറ്റില്ല അവന്. സൂപ്പർ തുള്ളിയടാ, നല്ല വലിപ്പുള്ള. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ മീൻ കിട്ടാൻ എന്താ കാരണം എന്നറിയൂ? അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരമൊക്കെ ആയിട്ട് രാത്രി ചെറുതായി മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ മഴയുള്ള കാരണമാണ് മീൻ കിട്ടുന്നത്, മീൻ തീറ്റെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തലേദിവസമൊക്കെ, അതായത് ഇന്നിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഒന്ന് ചൂണ്ടുക, അപ്പോൾ മീൻ എന്തായാലും കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് സ്റ്റിക്കിലിരിക്കാൻ വേണ്ടിയുള്ള കാരണം കേട്ടോ. അതായത് മീൻ കിട്ടാൻ നമുക്ക് അറിയാനുള്ളത്, അതായത് ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടും. സാധാരണ മീൻ തീറ്റ എടുക്കും. മഴ പെയ്ത് വെള്ളം ചെറുതായി ഇതായാലേ മീൻ തീറ്റ എടുക്കും കേട്ടോ. സ്റ്റിക്ക് മേട്ടാ, സ്റ്റിക്കിൽ ചൂണ്ടാൻ പോണവർ ശ്രദ്ധിച്ചോ. ചെറുതായി മഴ പെയ്തുണ്ട്, വെള്ളം ചെറുതായി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം പോയാൽ മീൻ കിട്ടും. ഇന്ന് ഞാൻ വരാൻ കാരണം അതാണ്, സ്റ്റിക്കൊക്കെ കൊണ്ട്. സ്റ്റിക്കിൽ പെട്ട് കെടുക്കണമെന്നുണ്ട് ഫ്രണ്ട്സ്, ചെറുതേ പെട്ട് കെടുക്കണമെന്നുണ്ട്. എടുത്ത് നോട്ടാ. അത് തട്ടി വലിക്കുന്നതാണോ? ചെറുതുണ്ടെന്നുണ്ട്. ചെറുത് വലുതാ? രണ്ട് കൂരി ഫ്രണ്ട്സ്. അയ്യോ, കൂരി രണ്ടെണ്ണം ഒക്കെ ഇന്ന് 2.5 വചന കിട്ടണടാ. 2 കൂരി നോക്കി അംഗം. കൂരിക്ക് ഒന്ന് പെടണ സകല മീൻ പെട്ടുവിട്ടത്. ഒരുവിധം മീനൊക്കെ നമ്മൾ കിട്ടുന്നുണ്ട്. അയ്യോ, ഒരു പോയി എടുക്കാല്ലേ? ഇങ്ങനെ എടുക്കണ്ട്, മെല്ലെ എടുക്കാം. ഒരു ഇതായ എടുക്കണ്ട നമുക്ക് ഇടുന്നിട്ടേ. അടിച്ചു ഫ്രണ്ട്സ്. അയ്യോ, ലോക്കായില്ലേ? നല്ല വലിയ വലിച്ചാലോ. പോയാ ഊരിപ്പോയാ? ഉണ്ട്. നല്ല വലിപ്പുള്ള മുണ്ടത്തിയാ. അതാ
നോക്കിയേ കണ്ടാ നല്ല വലിപ്പുണ്ടേ, നല്ല നല്ല വലിപ്പുള്ള മുണ്ടത്തിടാ. കണ്ട വായലെടുത്തയ്യ, സൂപ്പർ മുണ്ടത്തി. പൊട്ടിപ്പോറായി കിട്ടി. അടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്, അടിച്ചിട്ടുണ്ടാ. മുണ്ടത്തേ അടിച്ചിട്ടുണ്ട്. മുണ്ടത്തി. അയ്യോ, ഫ്രണ്ട്സ്, തീറ്റൊക്കെ കഴിഞ്ഞോടി, നിർത്താറായിട്ടാ. അധികം നേരം ഉണ്ടാവില്ല.
അടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതിന് നല്ല വലിപ്പുള്ള മീൻ അതുകൊണ്ട് ഇടാ. തൂളിച്ചണ്ടിയിൽ പോയി തടഞ്ഞാണോ? തൂളിച്ചണ്ടിയിൽ തടഞ്ഞ വലിപ്പുള്ള മീനാ. തൂളി തന്നെയാ, വലിപ്പുള്ള തൂളിയാണ്. അത് കാരണം പൂല നല്ല കയറിണ്ട്. ഒരു പൂല നല്ല വലിപ്പാ തൂളി. പിടിച്ചോട്ടാ പോയില്ലേ. നല്ല വലിപ്പാ കേട്ടാ. ലാസ്റ്റ് തീറ്റാന്ന് പറഞ്ഞിട്ടതായിരുന്നു കേട്ടാ. ഇങ്ങനെ ഇത് കൂടെ ഉള്ള തീറ്റ. സൂപ്പർ തൂളി, നല്ല വലിപ്പുള്ളത്. നല്ല വലിപ്പുള്ള തൂളി ഫ്രാൻസ്. ഓയേനെ ഫ്രണ്ട്സ്. അപ്പോൾ ലാസ്റ്റ് തീറ്റ മീനൊന്നും ഇല്ല. എടുത്ത് നോക്കാം. തീറ്റ കഴിഞ്ഞിട്ടുണ്ടാവും തോന്നണം. ലാസ്റ്റത്തെ തീറ്റയിലൊന്നുമില്ല. നമ്മൾ നിർത്താണ്. കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ തീറ്റയൊക്കെ പോയി. ഇന്നത്തെ പരിപാടി നിർത്തി. സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ കുറച്ച് തീറ്റിൻ്റെ കളയാൻ വേണ്ടിയിട്ടേ അടിക്കണവാ. നല്ല വൃത്തിയായില്ലേ സ്പ്രിങ്ങൊക്കെ. ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടാ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടിയ മീൻ. ഒരു 4 തൂളിയുണ്ട്. അതായത് നല്ല വലിപ്പമുള്ള തൂളി, പിന്നെ ചെറുതുണ്ട്, പിന്നെ മുണ്ടത്തികൾ, പിന്നെ കൂരി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.